ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Rinusdairy. ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസിൽ തന്നെ 2 ടൈപ്പ് റൈസ് ഉണ്ട്, വൈറ്റും ഗോൾഡും ഉണ്ട്. അതിൽ വൈറ്റ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് വെള്ളത്തിൽ 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് അത് ഊറ്റിയെടുത്ത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ ചൂടാറിയതിന് ശേഷം തയ്യാറാക്കുമ്പോഴാണ് ഒന്നിൽ തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടുക. അങ്ങനെ വേവിച്ചെടുത്ത റൈസാണിത്. ഇത് ചൂടാറാൻ വേണ്ടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ചൂടാറിയതിന് ശേഷം തയ്യാറാക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഫ്രൈഡ് റൈസ് കിട്ടുക. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ അല്ല കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, സൺഫ്ലവർ ഓയിൽ ആയിരിക്കും ഏറ്റവും നല്ലത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴാണ് ശരിക്കും ഫ്രൈഡ് റൈസിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഈ വെളുത്തുള്ളി വഴറ്റുമ്പോഴുള്ള നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയതോടെ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പിടി ബീൻസ് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് കുഴഞ്ഞ് പോവണ്ട, ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഫ്രൈഡ് റൈസിലെ വെജിറ്റബിൾസ് ഒന്നും നന്നായിട്ട് കുക്കായിട്ടല്ലല്ലോ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ വേവിച്ചെടുക്കാം. ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇത് എല്ലൊക്കെ കളഞ്ഞിങ്ങനെ ഒന്ന് പിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായി ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലെ ഒന്നിൽ തൊടാത്ത ടൈപ്പിലുള്ള ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ഫ്രൈഡ് റൈസ് കിട്ടും. ഇനി വേണമെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുകയും ചെയ്യാം. അപ്പോഴൊന്നുകൂടെ നന്നായിരിക്കും. ഈ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് 1-2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കുറച്ച് ചെറുനാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒട്ടി പിടിക്കാത്ത രീതിയിലുള്ള റൈസ് കിട്ടുക. അല്ലെങ്കിൽ റൈസ് ഒന്നിച്ച് ഒട്ടി പിടിക്കുന്ന ടൈപ്പിലാവും. അതുകൊണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ റൈസ് ഒരിക്കലും വറ്റിച്ചെടുത്ത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കരുത്. ഇതിങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ടൈപ്പിലാണ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ വെള്ളത്തിൽ ഈ റൈസ് വേവിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളം വാർത്തെടുക്കുകയാണ് വേണ്ടത്. ഈ ചിക്കൻ പീസും വെജിറ്റബിളും റൈസും എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉടച്ചെടുക്കേണ്ട, പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പിൽ അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസിന് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ മയോണൈസുമാണ്.
തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലല്ലോ, ആ ഒരു ലൈക്ക് ബട്ടണോട് ക്ലിക്ക് ചെയ്തിട്ട് പോകണേ.